ഹലോ, നമസ്കാരം. ടോക്സിക് പേര് പോലെ തന്നെ പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു തലവേദന പടം എന്ന് ഞാൻ പറയും. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു ഹൈപ്പ് നൽകി ഈ യാഷിന്റെ ഈ സിനിമ വരുമ്പോൾ നമുക്ക് ഒട്ടും ദഹിക്കാത്തതുമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗീതു മോഹൻദാസ് ഒരുക്കി വച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് തലവേദനയാണ് വന്നത്. 3.25 മണിക്കൂറോളമുണ്ട് ഈ സിനിമ. വിഷ്വൽസ് മാത്രമാണ് ആകപ്പാടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും കഥയ്ക്ക് ഒരു ഇതില്ല. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവ പശ്ചാത്തലമാക്കി പറയുന്ന ഒരു അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ മൂവി, അതിനപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല. ഈ ആശയത്തെ നല്ലൊരു തിരക്കഥയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ടോക്സിക്കിന്റെ വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. പ്രതികാരവും പ്രണയവും സഹോദരി ബന്ധവും ഒക്കെ കൂട്ടിക്കലർത്തി ഒരു KGF-ഉം അനിമൽസും അങ്ങനെ കൂട്ടിക്കലർത്തിയ ഒരു മിക്സഡ് സാധനം അവസാനത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നത്. അതുവരെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കുറെ ആൾക്കാർ, ഗാങ്സ്റ്റർ ഗ്രൂപ്പുകൾ വരുന്നു, അവർ പരസ്പരം അടിവെക്കുന്നു. എന്തിനു വേണ്ടിയാണ് അടിവെക്കുന്നതെന്ന് പോലുമില്ല. അനാവശ്യമായ വയലൻസും ഒരുപാട് അരാജകത്വം നിറയ്ക്കുന്ന കുറെ സെക്സ്വൽ ഹരാസ്മെന്റും കുറെ സാധനങ്ങൾ കുത്തി നിറച്ച് എന്താണ് കാണിച്ചു വെക്കുന്നത്? ഒരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഒരു സംവിധായകനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഇതല്ല ഒരിക്കലും. അതോടൊപ്പം തന്നെ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു നടനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സാധനം. യാഷിന്റെ സ്ക്രീൻ പ്രസൻസും സ്റ്റൈലും ഒക്കെ, ആ താടിയില്ലാത്ത ലുക്കും ഒക്കെ കീട്ടിലും KGF നൽകിയ അതേ ഒരു ആവേശം യാഷിന്റെ ആ ഒരു ദേഷ്യവും ആ ഒരു ഇതൊക്കെ നന്നായിട്ട് തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നയൻതാരയും കിയാര അദാനിയും അവരുടെ ക്യാരക്ടറും നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നയൻതാര കിടിലമായിട്ട് പെർഫോം ചെയ്തു പോയപ്പോൾ നായികയായിട്ട് വന്നവർക്ക് രുക്മിണി വസന്തിന് ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നായിക? പ്രണയം പറയാൻ വേണ്ടിയാണ്? എന്തിനാണ് അതിനങ്ങനെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യകത? ഒരു ഇമ്പാക്റ്റും ആ നായിക ഇത് ഉണ്ടാക്കിയില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ തമിഴ് ഇതാണ് കണ്ടത്. ഇനിയിപ്പോൾ ഞാൻ 4:30 മലയാളം കാണാൻ പോകുന്നുണ്ട്. ലിപ്പ് ഒട്ടും സിങ്ക് ആവുന്നില്ല. ഇത് ഒറിജിനൽ എന്ന് പറയുന്നത് കന്നഡ സിനിമയാണല്ലോ. അപ്പോൾ ആ കന്നഡയുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് തമിഴ്. അപ്പോൾ ലിപ്പ് ഒട്ടും തന്നെ സിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് എന്തൊക്കെയോ ആശയങ്ങൾ പറഞ്ഞ് വലിയ ഒരു ആർട്ടിന്റെ ഒരു സാധനമൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് വലിയൊരു സിനിമയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല സാധനങ്ങളും കീട്ടിലും സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല വിഷ്വൽസ് ബ്യൂട്ടി ആയിരുന്നു. പക്ഷേ പശ്ചാത്തല സംഗീതം പലയിടത്തും ചെവി അടപ്പിക്കുന്ന സാധനമായിരുന്നു. കീട്ടിലും ചില സാധനങ്ങളുണ്ട്, കീട്ടിലും സാധനങ്ങളുണ്ട്. പക്ഷേ ചിലയിടത്താണെങ്കിൽ നമ്മുടെ ആ കങ്കുവ പോലെ ചെവി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടച്ചു. അത്രയ്ക്കും ശബ്ദ മലിനീകരണമായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ ഉണ്ടല്ലോ, എനിക്കൊട്ടും ദഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം മേക്കിംഗ് കൊണ്ട് കീട്ടിലമായിരുന്നു. പക്ഷെ പറയാൻ ശ്രമിക്കുന്ന ഒരു സോൾ ഉണ്ടാവുമല്ലോ, ഒരു സാധനം ഉണ്ടാവുമല്ലോ. ആ സാധനം പറയുന്ന രീതി എന്ന് പറയുമ്പോൾ കുറെ എന്താ പറയുക, അടിച്ചു മാറ്റുമ്പോഴല്ലോ നല്ല സ്റ്റാൻഡേർഡായിട്ട് അടിച്ചു മാറ്റുക. അത് ഇംഗ്ലീഷ് സിനിമയോ തെലുങ്ക് സിനിമയോ അല്ലെങ്കിൽ ജപ്പാനീസോ കൊറിയൻസോ ഏത് ഭാഷയിൽ നിന്ന് അടിച്ചു മാറ്റിക്കോ, നോ പ്രോബ്ലം. പക്ഷേ അടിച്ചു മാറ്റുമ്പോൾ അത് വൃത്തിക്ക് നമ്മുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യണം. അതല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മോഷ്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതാ പറയുന്നത്, മോഷ്ടിക്കുമ്പോൾ വൃത്തിയായിട്ട് മോഷ്ടിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫ്രെയിമൊക്കെ കീട്ടിലും സാധനം കുറെ സാധനങ്ങളുണ്ട്. പക്ഷേ സിനിമ ദഹിക്കാത്തതിന്റെ പ്രധാനമായ കാരണം കറക്റ്റായിട്ട് പറയാനുള്ള ഒരു കഥ എന്ന് പറയുന്ന ഒരു സാധനം അത് നന്നായിട്ട് പറയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം. ഇതിന്റെ കുറേ ലാഗമുണ്ട്. കാരണം 3.25 മണിക്കൂർ ഈ സിനിമ നീട്ടി വലിച്ച് എന്തിനാണ് അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം എന്നാണ് എന്റെ ചോദ്യം. കുറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിൽ നായിക ഒഴിച്ച് ബാക്കി എല്ലാവർക്കൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. യാഷിന്റെ ലുക്കും കീട്ടിലമായിട്ട് എനിക്ക് തോന്നി. താടിയില്ലാത്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ സിനിമ മൂഞ്ചിയ സിനിമ എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. എനിക്കിഷ്ടപ്പെട്ടില്ല, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.